കേരളത്തിന്റെ കടിഞ്ഞാൺ നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ് വി.എസ്. അച്യുതാനന്ദനെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. മലയാളത്തിന്റെ അനശ്വര കവി വയലാർ രാമവർമ്മ കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് ഇന്നലെ 33 വർഷം പൂർത്തിയായി. അദ്ദേഹത്തെപ്പറ്റി ഒരനുസ്മരണം. വാർത്തകൾ വിശദമായി. രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐയെ മണിമല പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷണൽ എസ്ഐ മർദ്ദിച്ചു. എഎസ്ഐയെ അടിമാലി മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ ഇബ്രാഹിമിനാണ് മർദ്ദനമേറ്റത്. മണിമല പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ എസ്ഐ സോണി മത്തയ്യാണ് ഇബ്രാഹിമിനെ മർദ്ദിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. രാജാക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് ഒരു ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞതിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം പരിഹരിക്കാനാണ് സ്റ്റേഷനിൽ നിന്നും എഎസ്ഐ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തിയത്. ഇതിനിടെ രാജകുമാരിയിൽ നിന്നും ഒരു വിവാഹ പാർട്ടിയുടെ ജീപ്പിൽ വന്ന മണിമല എസ്ഐയും സംഘവും തങ്ങളെ ഉടൻ കടത്തിവിടണമെന്നാവശ്യപ്പെട്ട് എഎസ്ഐയോട് കയർത്തു. മഫ്തിയിലായിരുന്നു എഎസ്ഐയെ. എസ്ഐക്കും കൂട്ടർക്കും തിരിച്ചറിയാനായില്ല. ഞാൻ മണിമല എസ്ഐയാണ്, വണ്ടി കടത്തിവിടറ എന്ന് പറഞ്ഞ് ആക്രോശിച്ച് എഎസ്ഐയുടെ അടുത്ത് ചെന്ന എസ്ഐ മുഖത്തിനിട്ട് ഇടിക്കുകയും മൂക്കിനിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. മൂക്കിൽ നിന്നും ചോര വന്നതിനെ തുടർന്ന് എസ്ഐ ഇബ്രാഹിമിനെ മുല്ലക്കാനം ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എക്സ്റേയിൽ മൂക്കിന് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് 2:40 മണിയോടെ രാജാക്കാട് എസ്ഐ അവരുടെ നിർദ്ദേശാനുസരണം പോലീസ് സ്റ്റേഷനിൽ 300 മീറ്ററോളം അടുത്ത് ശക്തി ബസ്സും ഒരു ഓട്ടോറിക്ഷയും ഒരു പശുവിനെ ഇടിച്ചു മറിച്ചിട്ടിരിക്കുകയാണ്. വഴി ബ്ലോക്കാണെന്ന് പറഞ്ഞ് അത് റോഡ് ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടി അവിടെ ഡ്യൂട്ടി ചെയ്തു വരവേ ഒരാൾ മദ്യപിച്ച് എന്നോട് അപമര്യാദയായിട്ട് പെരുമാറുകയും എൻ്റെ ഡ്യൂട്ടിക്ക് തടസ്സം ചെയ്യുകയും അയാൾ കൈ ചുരുട്ടി എൻ്റെ മൂക്കിലിടിച്ച് എൻ്റെ മൂക്കിലെ അസ്ഥിക്ക് പൊട്ടലേൽപ്പിച്ചിട്ടുള്ളതാണ്. എന്നെ ഉടനെ നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്ന് മുല്ലക്കാനം ആശുപത്രിയിലെത്തിക്കുകയും വിവരം ഞാൻ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും തുടർന്ന് മുല്ലക്കാനം ആശുപത്രിയിൽ വെച്ച് എനിക്ക് എക്സ്റേ എടുത്ത് അസ്ഥിക്ക് പൊട്ടലുണ്ടെന്ന് ബോധ്യപ്പെടുകയും കൂടുതൽ ചികിത്സയ്ക്കായി അടിമാലി ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുള്ളതാണ്. അവിടെ വെച്ച് എന്തെങ്കിലും ഇത് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് ഉപദ്രവം ഉണ്ടായത്? ഞാൻ അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹത്തോട് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവിടെ കൂടിയ ആളുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രകോപനം ഇല്ലാതെ ഇങ്ങനെ ആക്രമിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഞാൻ ചെല്ലുമ്പോൾ അയാൾ ഓട്ടോറിക്ഷക്കാരുമായിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കും, അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. ഇയാളുടെ കൂട്ടത്തിൽ കുറേ അധികം ആളുകളുണ്ടായിരുന്നു. അവരാരും ഒന്നും മോശമായിട്ട് പെരുമാറില്ല. പുള്ളി ഈ മദ്യപിച്ചിരുന്നതിൻ്റെ പേരിലായിരിക്കാം ഇത്രയും മോശമായിട്ട് അസഭ്യ വാക്കുകൾ വിളിച്ചു പറയുകയും എന്നെ ദേഹോദരം ഏൽപ്പിച്ച് എൻ്റെ മൂക്കിലെ അസ്ഥിക്ക് പൊട്ടലേൽപ്പിക്കുകയും ചെയ്തു. മർദ്ദിച്ച എസ്ഐ നന്നായി മദ്യപിച്ചിട്ടുള്ളതായും പറയുന്നു. ഇവിടുത്തെ എൻ്റെ ജനറൽ സെക്രട്ടറി സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം സാർ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറച്ച് ട്രാഫിക് ബ്ലോക്കായി കഴിഞ്ഞപ്പം എസ്ഐത്തെ ഇറങ്ങിയിട്ട് എന്താ ഏർപ്പാടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു കല്യാണ വണ്ടി വന്ന ഈ പുള്ളി ആ എസ്ഐത്തെ മൂത്രണ്ട് കയറിയിരിക്കുകയും. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ എസ്ഐക്കെതിരെ നടപടിയെടുക്കാൻ ഇടുക്കി SP ഉത്തരവിട്ടു. ഇതിനിടെ കേസ് ഒതുക്കി തീർക്കാൻ ഉന്നത തലങ്ങളിൽ നിന്നും ശ്രമം തുടങ്ങിയതായും അറിയുന്നു. ഉപ്പുതോട്ടിൽ വീടിന് സമീപത്തുകൂടി വൻ പാറ ഉരുണ്ടു വീണു. പരിസരവാസികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാലിസിറ്റി വെട്ടിക്കാമറ്റം റോഡിലാണ് ഉപ്പുതോട് ഭാഗത്ത് ഏകദേശം 500 മീറ്റർ ഉയരത്തിൽ നിന്നും കൂറ്റൻ പാറ നിലംപതിച്ചത്. റോഡിന് സമീപത്തുള്ള ചിറ്റടിയിൽ ബെന്നിയുടെ വീടിനോട് ചേർന്നാണ് പാറ ഉരുണ്ടു വീണതെങ്കിലും അപകടം ഒന്നും സംഭവിച്ചില്ല. റോഡിൽ കാര്യമായ തകരാർ സംഭവിച്ചതോടൊപ്പം കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗം കൊടും വളവും ഇറക്കവുമായതിനാൽ പൊതുവെ അപകട